പ്രീതിക്ക് ഒരു കാര്യം അറിയോ? പണ്ടൊക്കെ നാട്ടിൻപുറത്ത് നമ്മുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി പറയാം. ഇത് നമ്മുടെ പോകുന്ന ലൈനിൽ നിന്ന് വലിച്ചു കൊടുത്തതാണ്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ കറണ്ട്, എൻ്റെ വീട്ടിലൊക്കെ കറണ്ട് കിട്ടിയതൊക്കെ എൻ്റെ 5ാം ക്ലാസ്സിലാണ് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടിയത്. അതുവരെ ഞങ്ങൾ ചിമ്മിനി വെട്ടത്തിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചിമ്മിനി വെട്ടത്തിൽ പഠിക്കുമ്പോൾ അച്ഛൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അടുത്തൊരു ഇലക്ട്രീഷ്യൻ ഉണ്ട്, ആ ചേട്ടൻ പറഞ്ഞു, അണ അതിൽ നമുക്ക് വലിച്ചു കൊടുക്കാണ്, ഇവിടെ ആരറിയാൻ എന്ന് പറയും. അങ്ങനെ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇതിൽ നിന്ന് വലിച്ച് നമ്മൾ ഒരു മുറിയിൽ പഠിക്കാനായിട്ട് കണക്കാക്കി. ഇത് മണത്തറിഞ്ഞു വന്ന് എൻ്റെ അച്ഛന് ഫൈൻ കൊടുത്ത ആൾക്കാരുണ്ട് KSEB. ഇത് എനിക്കൊരാൾക്ക് പരിചയമില്ല. എൻ്റെ പ്രായമുള്ള നാട്ടിൻപുറത്തുള്ള ചില ചങ്ങാതിമാരോട് ചോദിച്ചാൽ അവർ പറയും, അന്ന് കാര്യക്ഷമതയുള്ള, അതിന് ഞാൻ തെറ്റെന്ന് പറയില്ല, കാര്യക്ഷമതയുള്ള ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇന്ന് ഈ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു സംഗതി, ഫോറസ്റ്റിൽ എന്താ ഉദ്യോഗസ്ഥരാണ് ഭരിക്കുന്നത്, മന്ത്രിക്ക് ഒരു റോളും ഇല്ല. ഇലക്ട്രിസിറ്റി ബോർഡ് ഭരിക്കുന്നത് യൂണിയൻ നേതാക്കളാണ്, മന്ത്രിക്ക് ഒരു റോളും ഇല്ല. കാരണം കാലാകാലങ്ങളിൽ 2 കൊല്ലമായി ഇത്രയേ ഉള്ളൂ ഈ രാഷ്ട്രീയ പാർട്ടിയെന്നും, ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഭരണ നൈപുണ്യമെന്നും, ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്നും അവർ പഠിച്ചു കഴിഞ്ഞു. ആര് പഠിച്ചു കഴിഞ്ഞു? ഈ യൂണിയൻകാർ. ഈ 10 കൊല്ലം കൊണ്ട് CITU യൂണിയൻ അവരെന്താ ഇവിടെ ചെയ്യണേ? അവരാണ് ഭരിക്കുന്നത്. കൃഷ്ണൻകുട്ടിക്ക് പോലും റോളില്ല. ഇത് നിയമവിരുദ്ധമല്ലേ? ഇങ്ങനെ പന്നിക്കണി ഒരുക്കാൻ, കറണ്ട് വലിക്കാൻ ഇയാളുടെ അച്ഛൻ്റെ വകയാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ പോസ്റ്റ്, അല്ലെങ്കിൽ ഈ പോകുന്ന കറണ്ട് അവൻ്റെ അച്ഛൻ മറ്റേ അവിടെ നിന്ന് കയറ്റി വിട്ടതാണ്, ഈ പറയുന്ന കെണി ഒരുക്കിയവൻ്റെ.